അമ്പലത്തിലും തിരികെ നേരെ പോയത് ആതിര വീട്ടിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ വിലപിടിപ്പുള്ള കാറൊക്കെ മുറ്റത്ത് കിടക്കുന്നത് കണ്ട് തുമ്പ ആദ്യം നോക്കി. ആരാണ് വന്നിട്ടുള്ളത് എന്ന മട്ടിൽ അറിയില്ലെന്ന് അവനും ചുണ്ടുകൊട്ടി പറഞ്ഞിട്ട് ഇരുവരും അകത്തേക്ക് കയറി. മഹിപ്പ എപ്പോ വന്നു? ഹാളിൽ സെറ്റിലിരിക്കുകയായിരുന്ന മഹിക്കരികിലിരുന്ന് ആദി ചോദിച്ചു. കഴിഞ്ഞിട്ടാണ് മുന്നിൽ നിൽക്കുന്ന സിദ്ധുവിനെയും ദീപയെയും അഹല്യയും കണ്ടത്. അവന്റെ മുഖം കാർത്തു. എന്തോ പറയാനാഞ്ഞ ആദ്യം തടഞ്ഞത് മഹിയുടെ വാക്കുകളാണ്. ഞാൻ കുറച്ചു നേരമായി വന്നിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. മോളെ തൊമ്പേ വാ. ഗൗരി മഹി വിളിച്ചതും രണ്ടാളും അവന്റെ അരികിലേക്ക് വന്നു. പോവാം. മഹിയുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. അതുപോലെ ഗൗരിയുടെയും. ആദി ഇവരെയും മാറി മാറി നോക്കി. എന്താ മഹിപ്പാ, എന്തു പറ്റി? വയ്യേ? ആദിക്ക് മഹിയെയും ഗൗരിയെയും കാണാൻ വല്ലായ്മ തോന്നി. അച്ഛേ എന്താ അച്ഛേ? തുമ്പയ്ക്ക് മഹിയെ കാണാൻ സങ്കടം നിറഞ്ഞു. അച്ഛേ വിങ്ങി പൊട്ടിത്തുമ്പ മഹിയുടെ നെഞ്ചിൽ ചേർന്നിരുന്നു. മഹി തന്റെ പൊന്നുമോളെ ചേർത്ത് പിടിച്ചു. ശംഭു, എന്റെ മോള് നിന്റെ മകനോ നിന്റെ കുടുംബത്തിനോ ഒരു ബാധ്യതയാവില്ല. ആ ഒരു ഉറപ്പ് തന്നാ പോരെ. എടാ മഹി, ഞാനൊന്ന് പറയട്ടെടാ. മതി. മഹി ശംഭുവിനെ കൈ ഉയർത്തി തടഞ്ഞു. അച്ഛയുടെ മോള് വാ, നമുക്ക് പോവാം. മഹി ഒരു കൈയിൽ ഗൗരിയെയും ഒരു കൈയിൽ തുമ്പയും മുറുകെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അതെ, ഒന്ന് നിന്നെ. പിന്നിൽ നിന്ന് മഹലി വിളിക്കുന്ന കേട്ട് മൂവരും നിന്നു. അതെ, ഇപ്പൊ മനസ്സിലായി. ഈ ബുദ്ധിക്കുറവുള്ള പെണ്ണിനെയാണോ ആദ്യേട്ടന് കെട്ടിക്കൊടുക്കാൻ നിങ്ങൾ കൊണ്ടു നടന്നത്? അതെന്താ, നിങ്ങളുടെ മറ്റേ മോളെ നിങ്ങൾ ആദ്യേട്ടന് കൊടുത്തില്ല? ആ ചോദ്യത്തിൽ പക ചെന്ന പോലെ തുമ്പ ആദ്യം ഒന്ന് നോക്കി. പിന്നെ തന്റെ അച്ഛനെ ചേർത്ത് പിടിച്ചു. പോകാമോ അച്ഛാ? മൂവരും ആ വീടിന്റെ പടി ഇറങ്ങുമ്പോൾ അഹല്യയുടെ കവളിൽ ആദ്യത്തെ അടി ആതിരവാഗ്യായി പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ആ നിമിഷം വസുന്ധര കവളിൽ സ്വയം പൊത്തിപ്പിടിച്ചു. അഹല്യയുടെ തലമുടി ചുറ്റിപ്പിടിച്ചു വലിച്ച് സിദ്ധുവിന്റെ ദേഹത്തേക്കിട്ടു. ആദി സിദ്ധുവും ദീപയും വാവിട്ട് കരഞ്ഞുപോയി. മകളുടെ അവസ്ഥ കണ്ട് പെട്ടെന്ന് റൂമിലേക്ക് പോയ വസുന്ധര ഭാഗമായി തിരികെ വന്നു. സൗമ്യ, ഞാൻ ഇറങ്ങുന്നു. ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരു ബസ്സിലേ. സൗമ്യ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. ഒന്ന് നിന്നെ. ഇനി മേലിൽ ഇങ്ങോട്ട് വരരുത്. വന്നാ പിന്നെ എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ സപ്പോർട്ട് കൊടുത്തിട്ട് നിർത്തിയിരിക്കുന്ന ഈ സാധനങ്ങളെ കൂടെ കൊണ്ടുപോയിക്കണം. അതി എന്താ ഇത്? വീട്ടിൽ വന്നവരോട് ആണോ അച്ഛാ? വീട്ടിൽ വരുന്നത് ശത്രുവാണെങ്കിലും ബഹുമാനത്തോടെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു മനുഷ്യനെയാണ് ഇന്ന് ഈ വിഷങ്ങൾ ചേർന്ന് തകർത്തു വിട്ടത്. ഇവിടെ എന്തൊക്കെ പറഞ്ഞ എന്ന് എനിക്കറിയില്ല. അതൊന്നും അറിഞ്ഞോട്ടെ, അത് കഴിഞ്ഞ് ബാക്കി. ആദ്യ കലിയടങ്ങാതെ ടീപ്പോടെ പുറത്തിരുന്ന ക്ലാസ്സിൽ കൈ ചുരുട്ടി ഇടിച്ച് ക്ലാസ് പൊട്ടി കയ്യിൽ കുത്തിക്കേറി മുറിഞ്ഞ് രക്തമൊഴുകി. അതി മോനെ, നീ എന്തൊക്കെ ഈ കാണിക്കുന്നത്? നിന്നെ വിവാഹം ആലോചിച്ചു വന്നതാണ് സിധു. അപ്പോ തന്നെ നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അച്ഛനറിയില്ലേ തുമ്പ നിനക്ക് ആരാണെന്ന്? അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അവളെ അല്ലാതെ ആരെയും നിന്റെ പെണ്ണായിട്ട് കാണാൻ കഴിയില്ല മോനെ. ശംഭു മകന്റെ കയ്യിലെ മുറിവിൽ തുണി കൊണ്ട് അമർത്തി പിടിച്ചു. ഇനിയും എന്തിനാ നിൽക്കുന്നേ? എന്റെ കുഞ്ഞിന് തുമ്പയെ മതി. ഞങ്ങൾ അത് പറഞ്ഞിട്ടും നിങ്ങൾ മഹേഷേട്ടനെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് വേദനിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സൗമ്യ പല്ല് കടിച്ച് ദേഷ്യം അമർത്തിയാണ് പറഞ്ഞത്. ആദി ശംഭുവിന്റെ കൈ പിടിച്ചു മാറ്റി കസറിൽ നിന്നും എഴുന്നേറ്റു അഹല്യയുടെ അരികിലെത്തി. ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണ്. പിന്നെ ദേ ആ സ്ത്രീയെയും. ഇനി ഒരിക്കലും നിന്നെ കാണരുതെന്നാണ് എന്റെ ആഗ്രഹം. കണ്ടാൽ അതും നീ എന്റെ കൊച്ചിനെ നോവിച്ചാൽ പിന്നെ നീ ഇല്ല അഹല്യെ, വെച്ചേക്കില്ല നിന്നെ. ആ നിമിഷം ആദിയുടെ മുഖം തന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചൊരു കൊലയാളിയെ കൺമുന്നിൽ കണ്ടപ്പോൾ ഉള്ളൊരു അമ്മയുടെ മുഖവും പ്രവൃത്തിയുമായിരുന്നു. ഇനി നിങ്ങളോട് അവൻ സിദ്ധുവിന്റെ അരികിൽ വന്നു നിന്നും. ഈ മകളെ കൊണ്ട് ഒരു കാലത്തും നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒന്നും ഉണ്ടാവില്ല, ഉറപ്പാണെങ്കിലേ. ഏട്ടാ, ഇവര് പറഞ്ഞത് എന്തെന്ന് അറിയോ? ഇവള് ഡോക്ടറാകും. അപ്പോ ഏട്ടന്റെയും ഇവിടെയുള്ളവരുടെ സ്റ്റാറ്റസ് ഉയരുമെന്നും പിന്നെ തുമ്പയ്ക്ക് പഠിക്കാൻ കഴിവില്ലെന്നും ഇവളെ അത്രയും സുന്ദരിയല്ലെന്നും ഏട്ടനെ കിട്ടിയില്ലെങ്കിൽ ഇവള് മരിച്ചു പോകുമെന്ന്. എങ്കിൽ നീ പോയി ചാവടി. എന്റെ തുമ്പയുണ്ടല്ലോ, എന്റെ ഗൗരിയമ്മയുടെ വയറിൽ ജന്മം എടുത്ത നിമിഷം മുതൽ എന്റെ ഈ കൈകളിലായിരുന്നു അവൾ വളർന്നത്. അറിയോ നിനക്ക്? എന്റെ നെഞ്ചിലാണടി അവളെ സ്ഥാനം, അല്ലാതെ നിന്നെ പോലെ കുപ്പത്തൊട്ടിയിലല്ല. ഇറങ്ങിപ്പൊടി നാണം കേട്ടവളെ. പൊട്ടിത്തെറിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു. ഒന്നും മിണ്ടാതെ സിദ്ധുവും ദീപയും മഹലിയും മുഖം കുരച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മോനെ, രക്തം നിൽക്കുന്നില്ലടാ, വാ കൈ ഡ്രസ് ചെയ്തിട്ട് പോവാം. ശംഭു ആതിര കയ്യിൽ പിടിച്ചതും സൗമ്യ മെഡിസിനുമായി ഓടി വന്നു. കൈ ഡ്രസ് ചെയ്ത് കഴിഞ്ഞതും ആദ്യം എഴുന്നേറ്റു. ഞങ്ങളും വരുന്നു. ആദി മൂന്നാളും വിഷമിച്ചാ പോയത്, വാ പോവാം. പിന്നെ എല്ലാരും കൂടെ മഹിയുടെ വീട്ടിലേക്ക് ചെന്നു. അച്ഛേ ഇങ്ങനെ വിഷമിക്കല്ലേ. വീട്ടിലേക്ക് നടക്കുമ്പോൾ നിറം വീഴ്ചകളോടെ തുമ്പ മഹിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു. അച്ഛയ്ക്ക് വിഷമമൊന്നുമില്ല. അച്ഛയുടെ പൊന്നുമോള് സങ്കടപ്പെടാതിരുന്നാ മതി. മോളിത് മഹിനോട് പറയണ്ട കേട്ടോ. വീടിനുള്ളിലേക്ക് കയറുമ്പോൾ മഹി വീണ്ടും തുമ്പയോട് പറഞ്ഞു. തുമ്പയൊന്ന് മൂടി. ഞാൻ പോയി വേഷം മാറട്ടെ അമ്മ. ഒന്നും സംഭവിക്കാത്തതുപോലെ തുമ്പ തന്റെ റൂമിലേക്ക് പോയി. റൂമിനകത്ത് കയറി വാതിലടിച്ച് ബാത്റൂമിൽ ഓടിക്കയറി തുമ്പ.
ഷവർ ഓൺ ചെയ്ത നിലത്തേക്ക് കുഴഞ്ഞിരുന്ന് അലറിക്കരഞ്ഞു തുമ്പ. അച്ചേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയോ? തനിക്ക് മാത്രമല്ല, ഇവിടെ ആർക്കും അച്ചേട്ടൻ ഇല്ലാതെ പറ്റില്ല. ഹൃദയം നിന്നു പോയെങ്കിൽ ഈ നിമിഷം മരിച്ചിരുന്നു. എങ്കിൽ ഈ വേദന സഹിക്കണ്ടായിരുന്നു. അച്ചേട്ടന് നാണക്കേടെ ജീവിക്കണ്ടായിരുന്നു. അതോർത്ത് അലറിക്കരഞ്ഞു തുമ്പയ്ക്ക് താങ്ങാൻ കഴിയില്ല. ഗൗരി, നമ്മുടെ മുള തകർന്നു പോകും. എൻ്റെ കുഞ്ഞിൻ്റെ ചിരി മങ്ങിപ്പോകും. എനിക്ക് എൻ്റെ മോളിങ്ങനെ വേദനിക്കാൻ. അവളിന്ന് തെറ്റാണ് ഈശ്വര ചെയ്തത്. വിരുമ്പി കരഞ്ഞിട്ട് ഗൗരിയോട് മഹി പറഞ്ഞു. ഞാനന്ന് അവിടെ പോയി നോക്കട്ടെ മഹിയേട്ടാ. ഒരിക്കൽ നമ്മൾ പിരിയേണ്ടി വരുമെന്നൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചെന്നറിയോ? അതുപോലെ വേദനിച്ച് എൻ്റെ പൊന്നുമോളെ അങ്ങനെ കാണാൻ എനിക്ക് വയ്യ മഹിയേട്ടാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗൗരി മഹിയെ കെട്ടിപ്പിടിച്ചു. ഒന്നുമില്ല ഗൗരി, വാ നമുക്ക് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവാം. ഗൗരി മൂളിക്കൊണ്ട് മുഖം അമർത്തി തുടച്ച് മഹിയോടൊപ്പം തുമ്പയുടെ റൂമിലേക്ക് പോയി. വാതിൽ അടച്ചിരിക്കുവാണല്ലോ മഹിയേട്ടാ. മോളെ തുമ്പേ, മോളെ. മഹിയേട്ടാ, എൻ്റെ കുഞ്ഞ് മോളെ. തുമ്പേ. മഹി വിളിച്ചിട്ടും വാതിൽ തുറക്കാതെ ഇരുന്നതോടെ ഗൗരി വാതിൽ മുട്ടി ആർത്ത് കരഞ്ഞു. ബാത്റൂമിൽ വെറും നിലത്ത് കുഴഞ്ഞു കിടക്കുന്ന തുമ്പയെ കണ്ട ആ നിമിഷം മാതിര ഹൃദയമെടുപ്പ് നിന്നപോലെ തോന്നിപ്പോയി അവന്. പൂവേ. അലറിക്കൊണ്ട് അവളെ വാരിയെടുക്കുമ്പോൾ അവന്റെ കൈകൾ വിറച്ചു. താനൊരു ഡോക്ടറാണെന്ന് അവൻ മറന്നു. തന്റെ പ്രാണനെ തണുത്ത ദേഹം നെഞ്ചോട് ചേർത്ത് അമർത്തി പിടിച്ചു. നനഞ്ഞു കുതിർന്ന ആ മുഖത്ത് 1000 വട്ടം ചുണ്ടു ചേർത്ത് ചുറ്റിനും നിന്ന് കരയുന്നവരൊക്കെയോ തന്റെ കുഞ്ഞിന് എന്ത് പറ്റിയെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അച്ഛനമ്മമാരെയോ ആദ്യം കണ്ടില്ല. അവന്റെ കണ്ണിൽ അവന്റെ പ്രാണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുമ്പേ, തുമ്പപ്പൂവേ, കണ്ണ് തുറക്കടി. ആ ചേട്ടൻ വിളിക്കുന്നത്. ആ ചേട്ടന്റെ പൂവ് കേൾക്കുന്നില്ലേ? അവളുടെ കൈയും കാലുമൊക്കെ തിരുമ്മി ചൂട് പിടിപ്പിക്കുമ്പോൾ ആദ്യം നിർത്താതെ വിളിച്ചുകൊണ്ടിരുന്നു. ചെറുതായിരുന്ന മോളിൽ തുമ്പ കണ്ണ് തുറന്ന് നോക്കി. ചെറിയൊരു മങ്ങലാണ് കാണാൻ. ചുറ്റിനും നിൽക്കുന്നവരെ കണ്ട് അവൾ ചാടി എഴുന്നേറ്റു. അപ്പോഴാണ് ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുന്നത് കണ്ടത്. പുതപ്പ് കൊണ്ട് പൊതിഞ്ഞു വെച്ചിരുന്നു. എന്താ ചേട്ടാ, എന്തിനാ എല്ലാരും വന്നിക്കണേ? തുമ്പയുടെ ചോദ്യം കേട്ടത് മാതി വലത് കൈ വീശി തുമ്പയുടെ ഇടത് കൈവെണ്ണയിൽ അടിച്ചു. തുമ്പ വേദന കൊണ്ട് ഇരുന്നിടത്ത് നിന്നും തുള്ളിപ്പോയി. അത് കണ്ടത് മഹി കണ്ണിൽ ഇറുക്കി അടച്ച് കളഞ്ഞു. തുമ്പയുടെ തലയിലെ വെള്ളം തുടച്ചുകൊണ്ടിരുന്ന ഗൗരിയുടെ നെഞ്ചൊന്ന് പെടഞ്ഞു. എന്തിനാടി റൂം വളച്ച് ബാത്റൂമിന്റെ വാതിലും അകത്തുനിന്ന് അടച്ച് പൈപ്പും തുറന്നിട്ട് അതിന്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങിയത്? അലറിക്കൊണ്ട് ആദ്യം ചോദിച്ചതും തുമ്പയെന്ന് ഞെട്ടി. എനിക്ക് സങ്കടം വന്നപ്പോൾ കരയുന്നത് ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് പൈപ്പ് തുറന്നിട്ടത്. സോറി, നിങ്ങൾ പേടിക്കുന്ന ഓർത്തില്ല ചേട്ടാ. വീരമ്പി കരഞ്ഞവളെ ആദ്യം വാര നെഞ്ചിൽ ചേർത്തു. ആ മുഖമാകെ ഉമ്മ വെച്ചു. ചുറ്റിനും നിൽക്കുന്നവരെയൊന്നും അവൻ കണ്ടില്ല. തുമ്പേ. മൈന ദേഷ്യത്തിൽ വിളിച്ചുകൊണ്ട് റൂമിനുള്ളിലേക്ക് പാഞ്ഞു വന്ന് ആദ്യം എന്തിനാ തുമ്പ അടിച്ചത്? ആദ്യയുടെ കൈതൻ തുമ്പയെ വലിച്ച് തന്നെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു മൈന. ഒന്നുമില്ല മോളെ, അത് അവർ തമ്മിലെന്തോ പിണക്കമാണ്. നീ വാ. മഹി മൈനയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. കള്ള അച്ഛ, കള്ളം പറയുന്നു. ആദ്യേട്ടൻ തുമ്പയെ തല്ലണമെങ്കിൽ അതിന് തക്കതായ കാണുണ്ടാകും. പറ തുമ്പയെ, എന്തിനാ ആദ്യേട്ടൻ നിന്നെ അടിച്ചത്? തുമ്പയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന മൈനി ആദ്യ കുശുമ്പടം നോക്കി. എന്റെ തുമ്പയാണ്, എന്റെ നെഞ്ചോട് ചേർന്നിരുന്നാ മതിയല്ലോ. അവന്റെ കണ്ണുകൾ നീറി. അത് മനസ്സിലായ പോലെ തുമ്പ മൈനയെ നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ മൈന ഇറങ്ങി പുറത്തേക്ക് പോയി. കൂടെ മറ്റുള്ളവരും. അച്ചേട്ടാ. അവന്റെ അരികിൽ നീങ്ങിയിരുന്ന തുമ്പ വിളിച്ചു. ആദ്യം മൂളിയതേയുള്ളൂ. ഞാൻ എൻ്റെ അച്ചേട്ടനെ ആർക്കും കൊടുക്കില്ല. എൻ്റെ അച്ചേട്ടനാണ്. കൊടുക്കൂലേ നീ? അവളെ വാരിയെടുത്ത് മടിയിൽ ഇരുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇല്ല, കൊടുക്കൂല, എന്റെയാണ്. ഒരഹലിക്കും വിട്ടു കൊടുക്കൂല. വേണ്ടല്ലോ, എൻ്റെ പൂവിനെ മാത്രമാണ് അച്ചേട്ടൻ. അവളെ ചുറ്റിപ്പിടിച്ച് നെറുകയിൽ മുഖം ചേർത്തിരുന്നു ഏറെ നേരം. അച്ചേട്ടാ, നമുക്ക് താഴെ പോയാലോ? എല്ലാരും അവിടെ ഇരിക്കലേ. പോവാം. ആദ്യം ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ. അപ്പോഴാണ് തുമ്പ തന്റെ കോലം കണ്ടത്. നനഞ്ഞൊട്ടിയ ഉടുപ്പം പാവാടയും. അവൾ ചമ്മരയുടെ മുഖം താഴ്ത്തി ഒളി കണ്ടിട്ട് അവനെ നോക്കി. ആദ്യ ചുണ്ടിൽ ചിരി തിരിഞ്ഞു. അതെ, എന്റെ തുമ്പപ്പൂവ്, ഒരുപാടങ്ങ് നാണിക്കണ്ട. നീ ജനിച്ച അന്ന് മുതൽ തുണിയില്ലാതെയും ഒട്ടുമൊക്കെ അച്ചേട്ടൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അച്ചേട്ടന്റെ കുഞ്ഞിന് അച്ചേട്ടന്റെ മുന്നിൽ നാണിക്കേണ്ട കാര്യമില്ല കേട്ടോ. തുമ്പ മൂടി. അപ്പോഴും മുഖം ഉയർത്തിയില്ല. ഇനിയും ഇരുന്നാൽ ശരിയാവില്ല. പൂവ് ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. ഇരുവരും കൂടെ താഴേക്കിറങ്ങി വരുമ്പോൾ മഹിയുടെ മുഖം ഗൗരവത്തിലായിരുന്നു. മഹിപ്പാ. ആദ്യം മഹിയുടെ അടുത്ത് വന്നിരുന്നു അവനെ ചേർത്ത് പിടിച്ചു. മഹിപ്പ. ആദ്യം നോക്കില്ലേ? എങ്ങോട്ട് നോക്കിയിരിക്കുന്ന മഹിയുടെ മുഖം മാതി തനിക്ക് നേരെ തിരിച്ചു. മഹിപ്പയ്ക്ക് തോന്നുന്നുണ്ടോ ഈ ജന്മം മാതിക്ക് നിങ്ങൾ ഓരോരുത്തരും ഇല്ലാതെ പറ്റുമെന്ന്? പിന്നെ എന്റെ തുമ്പ ആരും പറഞ്ഞിട്ടൊന്നും തോന്നിയതല്ല. അവളോടുള്ള എന്റെ പ്രണയം എന്തെന്നോ ഏതെന്നോ അറിയാത്ത പ്രായത്തിൽ നിങ്ങളൊക്കെ തന്നെയല്ലേ മഹിപ്പ. എനിക്ക് എന്റെ തുമ്പയോട് മൈനോടുള്ള ഇഷ്ടമല്ല, അത് പ്രണയമാണ് തിരിച്ചറിഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ മനസ്സിൽ എടുത്തു വെച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണോ വേണ്ടത്? ഇവൻ എൻ്റെ മകളുടെ സ്വന്തമാണെന്ന്, എൻ്റെ മകളാണെന്ന് എന്തേ ആ വന്നവരോട് പറഞ്ഞില്ല?
3.5 വയസ്സ് മുതൽ ഈ നെഞ്ചിലും ഈ കൈകളിലും അല്ലേ മഹിപ്പ ഞാൻ വളർന്നത്. ഇപ്പോഴും ജീവിക്കുന്നതല്ലേ മഹിപ്പ, അല്ല ഗൗരിമ? ഇരുവരുടെയും കൈകളിൽ മുറുകെ പിടിച്ച് ആദ്യമൊന്നും വിതുമ്പി. ആദിമനെ, എടാ അങ്ങനെയല്ല, ഞാൻ പറയാം, നീ കണ്ണു തുടയ്ക്കടാ. മഹിയും ഗൗരിയും വെപ്രാളത്തോടെ ആതിരെ ഇരുവശവും ചേർന്നിരുന്നു അവനെ അടച്ചു പിടിച്ചു. ഇതൊക്കെ കണ്ടിരുന്ന മൈനയ്ക്കും കുഞ്ഞാറ്റയ്ക്ക് പോലും കണ്ണു നിറഞ്ഞു. മിനി ഏങ്ങിക്കരഞ്ഞു. അതുപോലെ മഹാദേവനും ശംഭുവും സൗമ്യയും കണ്ണു തുടച്ചു. മോനെ ആദി, മഹിപ്പയും ഗൗരിയമ്മയും അങ്ങനെ പറയണമെങ്കിൽ നീ തുമ്പിയുടെ കഴുത്തിലൊരു താലി കെട്ടണം. എങ്കിലേ അവകാശത്തോടെ അങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ എന്റെ ആദിക്ക് അത് മനസ്സിലാവില്ല. ആ അവകാശം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം മഹിപ്പ. എനിക്ക് പെട്ടെന്ന് തുമ്പെ കല്യാണം കഴിക്കണം. എടാ ആദി, എന്റെ കൊച്ചിന് 18 ആവട്ടെടാ. ശംഭു ചാടി എഴുന്നേറ്റ് പറഞ്ഞു. ആയിട്ട് മതി. ഇനിയും 20 ദിവസം കഴിഞ്ഞാൽ എന്റെ തുമ്പപ്പൂവിന് 18 തികയും. 21-ാം ദിവസം ഞാൻ എന്റെ തുമ്പയിൽ താലി കെട്ടും, കൂടെ കൊട്ടും. അതിലിനി മാറ്റമില്ല. മഹിയുടെയും ശംഭുവിന്റെയും കൈകളിൽ മുറുക്കെ പിടിച്ച് ആദി പറഞ്ഞു. മോനെ ആദി, അവളുടെ പഠിപ്പൊക്കെ എങ്ങനെ കുഞ്ഞായി? മഹാദേവനും മിനിയും വേവലാതിയുടെ അവനെ നോക്കി. കല്യാണം കഴിക്കണമെന്നേ പറഞ്ഞോളൂ, അല്ലാതെ പഠിപ്പ് നിർത്തണമെന്നോ ഒരു ഭാര്യയുടെ കടമകൾ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയില്ല. എനിക്ക് അവളെ എന്റേതായി വേണം. ആരുവിനി ഞങ്ങൾക്കിടയിൽ നോണ്ട് കയറരുത്, അത്രയുള്ളൂ. പറഞ്ഞിട്ട് ആദ്യം തുമ്പയെ നോക്കി. അവളാണെങ്കിൽ കണ്ണെടുക്കാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിപ്പുണ്ട്. ആദ്യമുള്ളിൽ അവളോടുള്ള പ്രണയം ആർത്തിരമ്പി. നിന്റെ അഭിപ്രായം എന്താ ശംഭു? സൗമ്യൊന്നും പറഞ്ഞില്ലല്ലോ. മഹി ശംഭുവിനെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഞങ്ങൾ എന്താടാ പറയേണ്ടത്? അവൻ പറഞ്ഞതും കാര്യമാണ്. 27 വയസ്സാകുന്നു. ഞാൻ വിവാഹം കഴിച്ചത് 24-ാം വയസ്സിലാണ്. ഇവൾക്ക് 20 വയസ്സ്. ഞങ്ങളിപ്പോഴും ഹാപ്പി ജീവിക്കുന്നില്ലേ? പിന്നെ എനിക്കാകെ ഉണ്ടായിരുന്നത് നീയും മിനിമാമയും മാമനുമാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ അവിടേക്ക് സൗമ്യ കൂടെ, പിന്നെ ഈ 2 മക്കളും. പിന്നെ എന്നെപ്പോലെയല്ല, എൻ്റെ മോൻ ഭാഗ്യവാനാണ്. 2 അമ്മമാരും, അതുപോലെ നമ്മൾ 2 അച്ഛന്മാരും, ഇടതും വലതുമായി നിൽക്കാൻ 2 സഹോദരിമാർ ജീവൻ കൊടുക്കാനും തയ്യാറായി. ഇവന്റെ പ്രണയം ഇത്രയൊക്കെ കൂടെ ഉണ്ട്. നല്ലൊരു ജോലിയും അവർ ജീവിച്ചോളും. നമുക്കിത് നടത്തി കൊടുക്കാം, അല്ലടി സൗമ്യയെ? സന്തോഷം കൊണ്ട് നിറഞ്ഞ മിഴികളോടെ ശംഭു സൗമ്യയോട് ചോദിച്ചു. പിന്നെന്താ, നമ്മൾ കൂടെ ഉണ്ടല്ലോ. നമ്മുടെ തുമ്പ പഠിക്കട്ടെ. ഒരു കല്യാണം കഴിഞ്ഞില്ലേ പഠിത്തം പൂർത്തിയാക്കി ജോലിയുമായത്? അതുപോലെ അവളും പഠിച്ചോളും. എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം നടത്താം. സൗമ്യയ്ക്ക് സമ്മതമായതോടെ എല്ലാവരുടെയും മുഖം തെളിഞ്ഞു. തുമ്പയുടെ മുഖം നാണത്താൽ ചുവന്നു. ഗൗരി തുമ്പയെ നോക്കി. ഒരു ഭാര്യ ആവാനുള്ള പക്വത തന്റെ പൊന്നുമോൾ കൊണ്ടോ എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥമെങ്കിലും ആദ്യയുടെ കൈകളിൽ അവൾ സുരക്ഷിതയും സന്തോഷവതിയുമായിരിക്കുമെന്ന് അവളിലെ അമ്മയ്ക്ക് ഉറപ്പായിരുന്നു. അപ്പോ തുമ്പയുടെയും മാതയേട്ടനെയും കാര്യം തീരുമാനമായല്ലോ. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ടേ. മൈനെ വിളിച്ചു കൂവി പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റു. എന്താ? എന്ത് കാര്യം? എന്താ ഊടായിപ്പാണെന്നോർത്ത് ആദ്യം മൈനയെ നോക്കി. വേറൊന്നുമല്ല, കുഞ്ഞാറ്റ ചേച്ചിക്ക് ഒരു കല്യാണാലോചന. അതിന്റെ ആവശ്യത്തിനായി പോയിട്ട് വരുമ്പോഴാണ് ഇവിടെ അടിയും കരച്ചിലും നിലവിളി. കല്യാണാലോചനയോ? അതും നിന്നോടം? അത് ഞെട്ടലോടെ മൈനയെ നോക്കി. അതുപോലെ ബാക്കിയുള്ളവരും. ആരാണ് പയ്യൻ? മഹാദേവൻ ചോദിച്ചു. അതിന്റെ അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന അതുൽ സാറാണ്. കുഞ്ഞാറ്റ ഇടയ്ക്കൊക്കെ ഞങ്ങളിവിടെ കാണാറുണ്ടല്ലോ. അങ്ങനെ കണ്ടിട്ടാണ് സാറ്. അതിന് നിന്നെ എന്തിനാ വിളിച്ചത്? വീട്ടുകാരെ കൂട്ടി വന്ന് വിവാഹം ആലോചന നടത്തിയാ പോരെ? മഹാദേവൻ സംശയത്തോടെ മൈനയെ നോക്കി. എന്റെ അച്ഛേ, ഈ ചേച്ചിപ്പെണ്ണിന് വേറെ ഇഷ്ടങ്ങൾ വലതും ഉണ്ടോന്ന് ചോദിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. ഇന്ന് നിങ്ങളോട് സൂചിപ്പിക്കണമെന്നും പറഞ്ഞാണ് എന്നെ തിരികെ വിട്ടത്. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആള് വീട്ടുകാരെ കൂട്ടി വരാമെന്ന് പറഞ്ഞു. എവിടെയുള്ളതാ മോളെ പയ്യൻ? ഇവിടെ തന്നെയാണ് ഇപ്പൊ താമസം. വീട് വയനാടോ മറ്റോ ആണ്. അമ്മയും അച്ഛനും സാറും ഉണ്ട്. ഷാരടി ഡോക്ടറില്ലേ, അവര് വിറ്റ വീട് സാറാണ് വാങ്ങിച്ചത്. ആണോ? നമുക്കൊന്ന് അന്വേഷിക്കാം, അല്ലേ മഹി? നോക്കാമടാ. കൊള്ളാമെങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട. ഒരുപാട് ദൂരെയൊന്നുമല്ല, നമുക്ക് എന്നും കാണുകയും ചെയ്യാം. മഹി ഒരു ആലോചനയോടെ പറയുമ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചേറെ വിഷമിച്ചെങ്കിലും അതിലും ഏറെ സന്തോഷത്തോടെ ആ ദിവസം കൂടെ പൊഴിഞ്ഞു വീണു. സന്തോഷം മാത്രമുള്ളൊരു നാളേക്കായി.